എംഫുഡിലേക്ക് സ്വാഗതം. അപ്പൊ മച്ചാന്മാരെ, ഇന്ന് നമ്മൾ കാത്തിരുന്ന ദിവസമാണ്. വേറെ ഒന്നുമല്ല, എന്താ മച്ചാന്മാരെ പരിപാടി? അത് തന്നെ, അണ്ടർഗ്രൗണ്ട് ക്യാമ്പിങ്. ഇത് നമ്മുടെ എന്താ പറയുക, നമ്മളുടെ കൂടെ ഇനി ക്യാമ്പിങ്ങിന് വരില്ല എന്ന് പറഞ്ഞാൽ ചിലരൊക്കെ നമ്മുടെ കൂടെ വന്നിട്ടുണ്ട്. നമ്മളുടെ ക്യാമ്പിലേക്ക് വലിഞ്ഞു കയറാൻ അണ്ടർഗ്രൗണ്ട് ഇറക്കി വിടാൻ. ഓക്കെ, നമ്മളെ ഇറക്കി വിടാൻ വന്നത് എന്തെങ്കിലും ആവട്ടെ. ഇതിപ്പോ നീ ഇതിന്റെ ഉള്ളിൽ സെറ്റപ്പ് കണ്ടിട്ടില്ലല്ലോ, ഇപ്പൊ കണ്ടിട്ടില്ലല്ലോ, കാട്ടിത്തരാ. വാ. അപ്പൊ ദേ നമ്മൾ പോവാണ്, അത് കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും എന്തേ നമ്മുടെ അണ്ടർഗ്രൗണ്ട് ഹൗസ് നമ്മളിപ്പോൾ വേറെ ലെവലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ പോയാലും പറയണേ. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പോവാണ്. അപ്പോൾ ദേ നമ്മൾ കിളിവാതിൽ തുറന്ന് പോട്ടെ 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 പോട്ടെ. ചെരുപ്പ് പോണ വഴി ഊരിട്ടോ, നമ്മൾ വൃത്തിക്കാരാണ്. ഇറങ്ങി ഇറങ്ങി ഇറങ്ങ്. നീ ഇറങ്ങണം, നീ ഇറങ്ങണം. ഇല്ല, നീ കാണണം ഞങ്ങളുടെ അണ്ടർഗ്രൗണ്ട് കൂട്ടാളി. അപ്പുറം ഇവിടെ കൊണ്ടുവരാ. അപ്പോൾ അതെ എന്തായാലും നമ്മൾ പോവാണ് നമ്മളുടെ അണ്ടർഗ്രൗണ്ട് ഹൗസിലേക്ക്. ബാ, കയറിപ്പോല പാടാ. ഇതാണ് ഇവിടെ ഒരുത്തരെ കൊണ്ടുവരാനുണ്ട്. അമ്മേ, അയ്യോ എന്റെ പൊന്നോ, പുറത്തെ ചൂട് കഴിഞ്ഞതിന്റെ ഉള്ളിലേക്ക് വന്നപ്പില്ലേ ഒരു സുഖം. ഇവിടെ ഉടുക്കത്തെ ചൂടുന്നു ഇല്ലട്ടാ. ഇതോടെ എക്സോസ്റ്റ് ഒക്കെ വെച്ച് നമ്മള് ചൂടൊക്കെ കുറച്ചിട്ടുണ്ട്. എന്നിട്ടാ അതിന്റെ അടിയില് എടാ ഞമ്മ എന്ത് നല്ല കാര്യം ഉള്ളിൽ ചെയ്താലും ഇനി ഉമ്മാർക്ക് കുറ്റായിട്ടുള്ളൂ. പ്രവീണ അജുൻ ഇപ്പൊ തന്നെ പുറത്താക്കിയാലോ? നമ്മുടെ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉള്ളൊന്നും കൊടുക്കണ്ടട്ടാ. അത് മെയിൻ ആയിട്ട് അവർ വന്നേക്കണത് എന്തിനാന്നറിയോ? ഒരു എന്താ പറയാ, ഇത്ര അപമാനിച്ചിട്ട് നമ്മൾ വന്നേക്കണത് നമ്മുടെ ഫുഡിനുള്ളിൽ വെച്ചിട്ട് എന്താ പറയാ, അത് കഴിക്കാൻ വേണ്ടി മാത്രമാണ്. നീ ക്യാമറ പിടിച്ചിരിക്കണ പ്രവീൺ മച്ചാനും ദേ അവന്റെ കൂട്ടാളി അജുവും വന്നേക്കണത്. വെക്കടാ ഞങ്ങളുടെ ആപ്പിള്, ഇനി വേണ്ട കടിച്ച്. അപ്പൊ ദേ ഇന്നത്തെ പരിപാടി എന്താണെന്നറിയോ? ഇന്ന് നമ്മളിത് ഈ കാണുന്ന റൂമിന്റെ ഉള്ളിലാണ് സ്പെൻഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്താ പറയാ, നമ്മളെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ദേ പഴക്കൊലയ്ക്ക് പഴക്കൊല, പാപ്പത്തിന് പാപ്പം, ഫുഡിന് ഫുഡ്, കൂളറ്, ഫാന്, ബിരിയാണി, ബീഫ്, ചിക്കൻ, പിന്നെ എന്തൊക്കെയാടാ, മീൻകറി, പൊറോട്ട, വെള്ളത്തിന് വെള്ളം, എന്റർടൈൻമെന്റിന് TV, പിയാനോ, ഫാൻ, എല്ലാ സാധനങ്ങളും ഇവിടെ എല്ലാം ഉണ്ട്. പാട്രിയോട്ട് ഉണ്ട്, സ്പടികം ഉണ്ട്, എല്ലാരും ഉണ്ട് കേട്ടോ. എല്ലാ സെറ്റപ്പും ഉണ്ട്. പ്രേടെ എങ്ങനെയുണ്ട് നമ്മുടെ സെറ്റപ്പ്? നമ്മുടെ സെറ്റപ്പ് അല്ല, ഞങ്ങളുടെ സെറ്റപ്പ്. നീ ഇതില് ഇങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല കേട്ടോ. അജുവും പ്രവീണും നമ്മുടെ ഈ പരിപാടി സെറ്റ് ചെയ്തതില് ഒരു കോൺട്രിബ്യൂഷനും ഇല്ല. ഇത് നമ്മുടെ പിള്ളേര് ഉണ്ടാക്കിക്കണം കേട്ടാ. രണ്ട് അതായത് നമ്മുടെ ജർമ്മൻ കിരണും സാധാ കിരണും തൊരപ്പൻ ഡിവിനും ഇവരൊക്കെ കൂടിയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഇന്നത്തെ പരിപാടികൾ എന്താണെന്നുള്ളത് കുറച്ചു നേരം ഞാൻ എടുക്കട്ടെ, എന്നിട്ട് പ്ലാൻ ചെയ്യാം. അപ്പൊ ഇനി കാര്യപരിപാടികളിലേക്ക് കിടക്കാം. വിഷ്കണ്ടാർക്കെങ്കിലും കുറച്ചു നേരം ഒന്ന് വിഷ്കം സഹിക്കേണ്ടി വരും. അവരിനി വിഷ്കൂല്ലേ, നമ്മുടെ ആപ്പിളൊക്കെ തിന്നാൻ വേണ്ടി വന്നേക്കണം. എടി ഇവരെന്തോ കോൺട്രാക്ട് എടുത്ത് വന്നേക്കണാണ് ഇവിടുത്തെ തീറ്റ സാധനങ്ങൾ മൊത്തം തീർക്കാൻ വേണ്ടിയിട്ട്. കഴിച്ചോ. അപ്പൊ ഇനി ഫുഡിന്റെ കാര്യങ്ങൾ നോക്കണം. പിന്നെ പ്രവീൺ മച്ചാനൊക്കെ ഇതിന്റെ ഉള്ളിൽ നിന്ന് പുറത്താക്കണം. എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ടിട്ട് പുറത്താക്കല്ലേ, ഭക്ഷണം കൊടുത്തേ. പ്രവീൺ മച്ചാനെ പുറത്താക്കണം. അതിനു മുമ്പ് വേറൊരു സാധനം സർപ്രൈസ് ഉണ്ട്. യൂട്യൂബ് നമുക്കൊരു സാധനം അയച്ചു തന്നിട്ടുണ്ട്. നീ എന്നോട് ആരതൊക്കെ നോക്കാൻ പറഞ്ഞേ? ഇവനെ കൊണ്ടാണ് എടുപ്പിച്ചത്, ഞാനല്ല എടുത്തു വെച്ചത്. പെട്ടിണ്ട്, നിങ്ങളൊന്നും കാണാതെ ഞാൻ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചാണ്. താങ്ക് യുവിന്റെ പെട്ടി വന്നിട്ടുണ്ട് യൂട്യൂബിന്റെ. ഇതെന്താ സംഭവം നമുക്ക് തുറന്നു നോക്കാം. ഓക്കേ, അപ്പൊ കയ്യടി ഇതാണ് യൂട്യൂബ് നമുക്ക് തന്ന പെട്ടി. ഉള്ളിൽ വേറെ പെട്ടിയാ, പ്ലേ ബട്ടനാണ്, വേറെ പ്ലേ ബട്ടനാണ് അവിടെ. ഇതെന്തൊരു സംഭവം? ഇത് ചെസ്സാ? ചെസ്സൊന്നല്ല, ഇപ്പൊ പറഞ്ഞുതരാം ഞാൻ. ഇതിന്റെ ഉള്ളിൽ വേറെ പെട്ടിയുണ്ടേ. ഇതെന്തിട്ടാണത്? ഇത് വെട്ട് പീസ് കിട്ടിയതായിട്ട് വെച്ച് ചെയ്തേക്കണാണ്. 15.5 മില്യൺ. എടാ ഇത് നമ്മുടെ മറ്റേ M4ടെക്കിന് ഇത്ര സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞാട്ടാ. എടാ സാധനം മെയിൻ സാധനം തുറക്കാൻ പോണേ. എന്തൊക്കെ എടാ ഇതിന് ആവശ്യമില്ലല്ലോ. യൂട്യൂബിന്റെ വലിയ പെട്ടി. അപ്പൊ നമുക്ക് അതൊക്കെ എടുത്താൽ എന്നിട്ടത് അതുകൊള്ളല്ല, ചെസ്സാണ്. ഇതിലാർക്കൊക്കെ ചെസ് കളിക്കാൻ അറിയാം? എടാ ഇതിന്റെ ഉള്ളിൽ മറ്റേ രാജാവ് രാജ്ഞിയൊക്കെ ചില്ലാർന്നാ. അയ്യോ പൊട്ടിയാ.
ഇല്ല പൊട്ടിയിട്ടില്ല. ഇതിങ്ങനെ സെറ്റ് ചെയ്താൽ മതി. അപ്പൊ കളി തുടങ്ങാൻ പോവാണ്. എനിക്ക് ഇതിന്റെ ABCD അറിഞ്ഞൂടാ. ഞങ്ങളുടെ ഭാഗത്തു നിന്നും അജു കരിക്കൾ നീക്കുന്നതായിരിക്കും കുറച്ചേരത്തേക്ക്. ആയിക്കോട്ടെ, തുടങ്ങിക്കോടാ. ആളെന്ത് നീ ആ രാജാവിന്റെ അടുത്ത് മുകളിലേക്ക് വെക്കി. ഞാൻ രാജ്ഞിനെ കൊണ്ടുവന്ന ഇങ്ങോട്ട്. എന്താണ് കളി തുടങ്ങിയപ്പോഴേക്ക് ചെക്കാ? അവന്റെ രാജാവിന് കൊടുക്കും ഒരു ചെക്ക്. പോടാ വീട്ടിൽ പോടാ. അങ്ങനെ നമ്മുടെ ചെസ് കളിയൊക്കെ കഴിഞ്ഞ് നമുക്ക് ഇത് അറിയാത്ത തന്നെ യൂട്യൂബിൽ നമ്മൾ തിരിച്ചയച്ചു കൊടുക്കാൻ പോവാണ്. എന്റെ പുതിയ നല്ല എന്തെങ്കിലും സാധനം തരാൻ പറയാം. ഓക്കെ മച്ചാമാരെ, അപ്പൊ ഇനി നമ്മള് ഭക്ഷണത്തിന് തുടങ്ങാം. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കേണ്ട ഒരു പരിപാടിയില്ല മോനെ. നമുക്ക് ഫുഡ് ഉണ്ടാക്കാനുള്ള പാത്രമൊക്കെ എടുത്തേ. അപ്പൊ നമ്മള് ഇന്ന് കിരണയാണ് ഷെയ്ക്ക് ഉണ്ടാക്കാനായിട്ട് ഏൽപ്പിക്കുന്നത്. കിര അതെ പഴമുണ്ട്, പഴം ഷെയ്ക്ക് ഉണ്ടാക്ക്. അത് കുഴപ്പമില്ല, പഴം പഞ്ചസാര വെച്ച് ഇടിച്ച് ചതച്ചിട്ടാ മതി. അപ്പൊ ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കാനായിട്ട് ജർമ്മൻ കിരണ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കാണ്. ഇതിലാണ് നമ്മൾ ഉണ്ടാക്കണത്. വെള്ളം തിളപ്പിക്കാം. വെള്ളം എടുത്തോ. എടാ പഴം പോരട്ടെ. ഓക്കെ. എടാ ഗ്യാസോ? ട്യൂബ് എടുത്ത് കുത്തിയല്ല. അപ്പൊ നമ്മൾ ഇന്നത്തെ ഫുഡിനുള്ള പരിപാടികൾ നോക്കുകയാണ്. ആദ്യം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണ്? ഓക്കെ, അപ്പൊ നമ്മൾ പാസ്ത ഉണ്ടാക്കാനുള്ള പരിപാടിയുണ്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പാസ്തയാണ്. തീ കത്തിച്ച് പാത്രം വെച്ച് വെള്ളം ഇവിടെ വെള്ളം എടുക്കും. ഇതിലെടുക്കും വെള്ളം. ഏയ് പ്രശ്നമൊന്നുമില്ല. എന്താ കത്തിക്കാൻ വന്നതാ? വീട് കത്തിക്കാൻ വന്നതാ? മതി പാസ്തക്കുള്ള വെള്ളം ഉണ്ട്. കേടാ വെള്ളം ചൂടായിട്ടാ പാസ്ത ഇടാൻ പോണ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പാസ്തയാണ്. പാസ്ത എന്തിനാടാ മസാലപ്പൊടി? എന്തിനാടാ? എടാ ഇന്ന് ഞാൻ ഉണ്ടാക്കി തരാൻ പറ്റുന്നത് ഫ്രൂട്ട് പാസ്ത ഉണ്ടാ. ഇല്ലടാ, ഇത് ഒരു ജർമ്മൻ ഡിഷാണിത്. അയ്യോ കവറ് മസാല. എടാ ഇൻട്രാ അങ്ങനത്തെ ഒരു സാധനം ഉണ്ട് ഫ്രൂട്ട് പാസ്ത. അപ്പൊ നമ്മുടെ ഫ്രൂട്ട് പാസ്തയിലേക്കുള്ള സെറ്റപ്പുകളുണ്ട്. ഒരു മുളകും 2 തക്കാളിയും. അപ്പൊ കുഞ്ഞുമുളക് നമ്മൾ അരിഞ്ഞതിലേക്ക് ഇടാം. ഇനി തക്കാളി. ആഹാ, തക്കാളിയിലേക്ക് ഫ്ലേവർ വരുമില്ലേ? ഇതിൽ ഉമ്മാമിനുണ്ട്. പഴമുണ്ട്, എന്തായാലും പഴമുണ്ട്. ആ എടാ ഇതില് മറ്റേതടാ. എടാ നിങ്ങൾക്ക് എടാ മോനെ ഇതിന്റെ ടേസ്റ്റ് നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണ്. ഇതേ കാടിവെള്ളം ഇത് കഴിച്ചു നോക്ക്. നീ ഞെട്ടും. ഞാനും പ്രവീണും കുറെ രാജ്യത്തൊക്കെ പോയിട്ടുള്ളത്. എടാ നമ്മ കണ്ടിട്ടില്ലടാ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ. എടാ തിളപ്പിക്കൂടെ? ഇങ്ങനെയാടാ ഉണ്ടാക്കണത്. എടാ ഇത് ഫ്രൂട്ട് പാസ്ത. എടാ ഇത് ഫ്രൂട്ട് പാസ്തടാ. ഇത്രയും പാടുള്ളൂ. ഇനി വേവണോ ഇത്? ഈ സാധനം നീയൊക്കെ കഴിച്ചു കഴിയുമ്പോ എന്നോട് ഇടയ്ക്കിടയ്ക്ക് വന്ന് പറയും ഇനി മേലാൻ. ഇനിയാണ് നമ്മളുടെ ഒരു മസാല ഇതിൽ കൂടെ തന്നെ. അതിന്റെ ആവശ്യമില്ല, ഞാനിട്ട മിക്സ് തന്നെ സൂപ്പറാണ്. അതിന്റെ കൂടെ എന്തായാലും ഗ്രീൻ പീസ് അല്ല അത് ശരിയുള്ള ഗ്രീൻ പീസ് ആണല്ലോ. എടാ പ്ലേറ്റ് എടുക്ക്. ഫുഡ് റെഡി ആയിട്ടാ. കാണിക്ക്. ചൂടുണ്ടായിരുന്നാ? ഊതിട്ടാണ് ഇട്ടത്. ഞാൻ ഊതിയതാ കടാ. ടേസ്റ്റ് ഉണ്ട്. പ്ലേറ്റ് എടുത്തോ. ചൂടൻ ഫ്രൂട്ട് പാസ്ത റെഡി. ചൂടൻ ഫ്രൂട്ട് പാസ്ത റെഡി. നീ കഴിക്കാം, അവൻ പിന്നെ കഴിച്ചോളൂ. നല്ലതാ. എടാ ഞാനിതൊക്കെ വീട്ടിലുണ്ടാക്കി കഴിക്കാറുള്ളതാണ് ജർമ്മൻ ഫ്രൂട്ട് പാസ്ത. എന്താടാ തൂതാ? എടാ കുറച്ചുകൂടി ഉള്ളൂട്ടോ ബാക്കി, ഞാൻ തീർക്കണേ. ഓക്കെ നീ പോവേണോ? ഓക്കേടാ. ഓക്കെ നീ പോയില്ലേ? അവനെ 2 പ്ലേറ്റ് കഴിച്ചു സാധനം. അത് പിന്നെ ഒരു പോക്കാണ്. നീ പോയടാ, നാട് വിട്ടോടാ.
അവർ 2 പ്ലേറ്റ് പാസ്ത കഴിച്ച്. പിന്നെ എന്താന്ന് പറഞ്ഞൂടാ, ഞാനെന്നാ പോട്ടേട്ടാന്ന് പറഞ്ഞ് ഞങ്ങളെ നിർബന്ധിക്കാൻ നിന്നൂല. ഇവിടെയൊക്കെ മൊത്തം വൃത്തിയടക്കാൻ പ്രശ്നാവൂലേ. കിര പോയാടാ, നീ പോകലേടാ. അങ്ങനെ നമ്മുടെ കാലത്തെ ഫുഡ് ഡേ ഒക്കെ കഴിഞ്ഞു. ഇവിടെ പിള്ളേരൊക്കെ ഒരു കുഴപ്പമില്ലാണ്ടിരിക്കണ്ട്. എന്നോടുള്ള സ്നേഹം കൊണ്ടോ എന്തോന്നും അറിയില്ല, അവർ പ്രത്യേകിച്ചൊന്നും പറഞ്ഞൊന്നുമില്ല. ഫുഡ് കഴിച്ചിട്ട് മനസ്സിൽ എന്തിട്ട് വിചാരിച്ചാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ എന്തായാലും ഉച്ചക്ക് കിരണ മാത്രമേ പ്രശ്നം പറ്റുള്ളൂ എന്ന് തോന്നുന്നു. ബാക്കി എല്ലാവരും ഇവിടെ ജീവനോടുകൂടി ഉണ്ട്, ആർക്കൊന്നും പറ്റിയിട്ടില്ല. പിന്നെ വേറൊരു കാര്യം, ഇതൊന്നല്ല, ഉച്ചയ്ക്ക് നമ്മൾ കഴിക്കാൻ പോണത് കിടുക്കാച്ചി ചിക്കൻ ബിരിയാണി, ചിക്കൻ ബഫല്ലോ മീറ്റ്, പിന്നെ കേരള ഫിഷ് കറി, പിന്നെ ചില്ലി ചിക്കൻ തുടങ്ങിയ സാധനങ്ങളാണ്. പക്ഷേ ഇത് കിട്ടണമെങ്കിൽ ഇന്ന് എൻ്റെ കൂടെ ഗെയിം കളിച്ച് നിങ്ങൾ ജയിക്കണം. മിനിമൽ ഷാബാ കമോൺ, ആര് ജയിക്കണോ അവർക്ക് ചിക്കൻ ബിരിയാണി. ഇടക്കളി തുടങ്ങാൻ പോണേ. 5 സെക്കൻഡ്, 4 സെക്കൻഡ്, 3 സെക്കൻഡ്, 2 സെക്കൻഡ്, 1 സെക്കൻഡ്. ഇപ്പൊ ജനിക്കൂടാ, അത് കഴിയുമ്പോ ആരെങ്കിലും വന്ന് നിന്നെ കൊല്ലും. നൂബിക്ക് സ്നൈപ്പർ കിട്ടിയിട്ടുണ്ട്. ഉറക്കണെന്ന് എല്ലാത്തിനും പോയിട്ട്. എവിടെടാ നീയൊക്കെ? 1 സെക്കൻഡ് കൂടി. ബിരിയാണി കിട്ടിയില്ലേ? 30 കിലോ. അങ്ങനെ നമ്മുടെ മിനി മിൽഷ്യ മത്സരത്തിൽ 30 കിലോട് കൂടി ചിക്കൻ ബിരിയാണി സ്വന്തമാക്കിയിരിക്കുന്നു മിസ്റ്റർ റെഡ്. അല്ല, കൊടുക്ക, അവൻ അഡ്വാൻസ് വാങ്ങിയതാ. ഇനിണ്ടിട്ട് അടുത്ത സാധനം ഉണ്ട്. അടുത്തത് ചില്ലി ചിക്കൻ ആണ് കേട്ടാ, ചില്ലി ബഫല്ലോ അല്ല. അത് കിട്ടാനായിട്ട് പക്ഷെ വേറെ സംഭവം ഉണ്ട്. ആരും ആദ്യം ബോട്ടിൽ ഫ്ലിപ്പ് ചെയ്ത് വെക്കണോ അവർക്കായിരിക്കും ഈ കാണുന്ന ചില്ലി ചിക്കൻ. ഞാൻ തുടങ്ങാല്ലേ? ആദ്യം തന്നെ ഞാൻ ഫസ്റ്റ് ഇടുമ്പോൾ ആദ്യം എനിക്ക് കിട്ടി കഴിഞ്ഞാൽ അടുക്കൂട്ടാ. 1 2 3 4 5 8 ഒന്ന്. ഞാൻ പഠിച്ചൊക്കെ വന്നാണല്ലോ, നിന്നില്ല. ടോവിനോനെ വരെ തോപ്പിച്ചിട്ടുള്ളതാണ് ഞാനിതിൽ. വീടില്ല, ഇങ്ങനെ കാണിച്ചു വരുമ്പോഴേക്കും വീടാറില്ല. വീടില്ലല്ല. ഒരു നാഴിടയ്ക്ക് വയ്യടോ. ഇത് എനിക്കുള്ളത് തന്നെ. ചില്ലി ചിക്കൻ ഞാൻ കൊണ്ടുപോകും. ഞാൻ കണ്ണാട് ചെറിഞ്ഞ് ചില്ലി ചിക്കൻ കൊണ്ടുപോകാൻ പോവാണ്. മൂലക്കാണ്, കൂട്ടൂല. പോയിടാ, അത് പോയി. വേണ്ട, ഇനിയുണ്ട് സാധനം. അടുത്തത് ഫിഷ് കറി. ഫിഷ് കറി ഞാൻ തുടങ്ങാം. ഫിഷ് കറി ഫിഷ് കറി കിട്ടി ഇല്ല, എല്ലാത്തോളം ചാവൂല. പോയി, സമാധാനം. ഇത് ഫിഷ് കറി എനിക്കുള്ളതാടാ. ഫിഷ് കറി വേണ്ട, ഫിഷ് കറി ഫിഷ് കറി എനിക്ക് കിട്ടി. അപ്പൊ നമ്മുടെ ഫുഡിന്റെ പരിപാടി നോക്കിയാണ്. അപ്പൊ വെള്ളം വേണം നമുക്ക്. വാവ്, ഇത് ഇങ്ങോട്ട് നീക്കി വെച്ചാലാ? കാറ്റല്ല, നമ്മുടെ അടുത്ത് നീക്കുമ്പോഴാണ് പ്രശ്നം തന്നെ. അപ്പൊ നമ്മുടെ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം ചൂടാക്കി കഴിയുമ്പോൾ നേരെ നമ്മള് സാധനം പൊട്ടിക്കും, ഇട്ടും. എടുക്ക്, ഫുഡ് ഇടാറായി. ചൂടായി, വെള്ളം ചൂടായി. കമോൺ, സാധനം എടുക്ക്. അപ്പൊ അത് 5 മിനിറ്റിനുള്ളിൽ സ്വാദിഷ്ടമായ ബീഫും ഫിഷും ചിക്കനൊക്കെ റെഡിയാവും. സാധനം വെന്ത് പോട്ടെ. അടുത്തത് എടുത്തോ. ഫിഷ് കറി വന്നു. അടുത്തായിട്ട് നമ്മൾ ചപ്പാത്തി ഇടാൻ പോവാണ്. ചപ്പാത്തി ഇല്ലാണ്ട് ഇതൊക്കെ എങ്ങനെ കഴിക്കും അറിയണല്ലോ. ബിരിയാണി കിട്ടി രക്ഷപ്പെട്ട്. ചപ്പാത്തി വേവിക്കാൻ വേണ്ട, വെന്തുവനുണ്ട കളർ പറഞ്ഞണ്ടാ. ഇനി ഒരു സാധനം ഉണ്ടോ, ഫ്ലിപ്പ് ചെയ്യാൻ പോവാണ്. ആ ഭാഗം തന്നെ വന്നില്ല പിന്നെ ഇല്ലടേ. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഉച്ചഭക്ഷണം ചിക്കൻ ബിരിയാണി, ബീഫ് പോത്ത്, ഇത് ചില്ലി ചിക്കൻ, ബീഫ് ബിരിയാണി, ഫിഷ് കറി. പിച്ച് ശരിയാണല്ല. പ്രവീൺ മച്ചാൻ അടുത്തതായി പാട്ട് പാടാനായിട്ട് രംഗപ്രവേശനം ചെയ്യണം. ഇത്ര നേരിട്ട് ഒളിച്ചിരിക്കരുത്. പ്രവീൺ മച്ചാൻ പ്ലീസ്, എവരിബഡി ക്ലാപ്പ് ക്ലാപ്പ്. പ്രവീൺ മച്ചാൻ അടുത്തതായി പാട്ട് പാടുന്നതായിരിക്കും. കൈയ്യടി. ചിന്നമ്മ കുഞ്ഞിപ്പെണ്ണമ്മ തിരുവല്ലിക്കാവിൽ വീരന്മാരായിരം. മുസ്തഫ മുസ്തഫ ഡോൺ വെരി മുസ്തഫ കാലം നം തോഴൻ മുസ്തഫ. ഡേ ബൈ ഡേ വാറ്റിപ്പരും ഡേ ബൈ ഡേ മുങ്കാതെ ഷിപ്പ് ഫ്രണ്ട്ഷിപ്പ് താൻ.
ചപ്പാത്തിക്കുള്ള പാത്രം റെഡി. ഇതായിരിക്കണ് ഫിഷ് വേണ്ടേ? അല്ല കണ്ട ആദ്യം ബീഫിന്ന് പിടിക്കാം. എടാ ബീഫ് ആർക്കും കിട്ടിയിട്ടില്ല. അത് നിന്നെ കൂട്ടത്തിൽ കൂട്ടിയിട്ടില്ല. നീ വേറെ കൂടി പോ. ചിക്കൻ ബിരിയാണി ചിക്കൻ എവിടെ? ചിക്കൻ ഇത് ബീഫ് ഇട്ടാ അല്ല ഇത് ചിക്കൻ. ചില്ലി ചിക്കൻ ഒക്കെ ഉണ്ടോ? ചില്ലി ചിക്കൻ ഇതാണ് ചില്ലി ചിക്കൻ. എടാ കേരമീൻ എടാ കേരക്കറിയുടെ കേരക്കറി ഇതാണ് കേര ഫിഷ് കറി. ഞങ്ങളുടെ അത്ര നല്ല ക്യാമറ തന്നെ തന്നോണ്ടാണ്. അപ്പൊ മച്ചാമാരെ അങ്ങനെ നമ്മളുടെ അണ്ടർഗ്രൗണ്ട് ഹൗസിൽ ഒരു ദിവസം താമസിക്കണം എന്നുള്ള കഠിനമായ ആഗ്രഹത്തെ തുടർന്നാണ് നമ്മൾ ഇത്ര സെറ്റപ്പ് ഒക്കെ ഇവിടെ റെഡിയാക്കി എന്താ പറയാ അടിപൊളിയാക്കിയത്. പഴക്കൊലയിൽ ഇനിയും പഴം ബാക്കിയിടാ. നിന്നെ കണ്ടിട്ടാണ് ഈ പഴക്കൊല ഞാൻ വാങ്ങിച്ചു നിർത്തണം. ഇടുമോനെ നീയും അവൻ എന്തൊക്കെയോ തിന്നണ്ട്. പിന്നെ അതെ കാലത്ത് പാസ്ത കഴിച്ച് മുങ്ങി കഴിഞ്ഞ കിരൺ മച്ചാൻ തിരിച്ചു വന്നിട്ടുണ്ട്. അതുപോലെ ഇത് ഏതാ സിനിമ? ചത്തപ്പച്ച. ഇത് മറ്റേതൊന്നുമല്ലല്ലോ, പൈറസി ഒന്നുമല്ലടാ, OTT അല്ലേ? ഓക്കെ OTT ആണ്. നമ്മൾ അങ്ങനെ കള്ളത്തരൊന്നും കാണിക്കുന്നില്ല. അതുപോലെ തന്നെ അതേ നമ്മുടെ പടം ഇറങ്ങുന്നുണ്ട് കേട്ടാ. ട്രെയിലറിലൊക്കെ ഞാൻ ഉണ്ടായിരുന്നു. പാട്രിയോട്ട്. മമ്മൂക്കയും മോഹൻലാലും കുറെ കാലങ്ങൾക്ക് ശേഷം ഒരുമിച്ച് അഭിനയിക്കുന്ന പാട്രിയോട്ടിൽ ട്രെയിലറിൽ ഞാനുണ്ടായിരുന്നു. പടം വരുമ്പോണ്ടോന്ന് അറിഞ്ഞൂടാ. എന്തായാലും പോയി കാണാട്ടാ. എന്നാടാ മെയ് 1 മെയ് 1 കണ്ട് എൻ്റെ ഷോട്ട് വരികയാണെങ്കിൽ കൈയടിക്കണമെന്ന് എല്ലാ അതന്നെ കൈയടിക്കണമെന്ന് വിരുദ്ധമായി അഭ്യർത്ഥിക്കുന്നു. അപ്പൊ ഇന്നത്തെ രാത്രി ഭക്ഷണം എന്ത് വേണമെന്ന് ഒന്നുമില്ലല്ലോ കഴിക്കാനായിട്ട്. 15 ആകെ ഉള്ളൊരു സാധനം ഇതണ്ടാ കപ്പ് നൂഡിൽസ്. ചൂടുവെള്ളം കലക്കി ഒഴിച്ചു കഴിഞ്ഞാൽ സാധനം സെറ്റാവും. ഇതും കഴിച്ച് നമുക്ക് കിടന്നുറങ്ങാൻ. നിനക്ക് പേരയ്ക്ക് മതിയല്ല? പേരയ്ക്ക മിച്ചർ തുടങ്ങിയ സാധനങ്ങളുണ്ട്. അതുപോലെ തന്നെ അജുമോൻ JCB വിളിക്കാൻ പോയി, പിണങ്ങി പോയേക്കാണ്. അവൻ അടുത്ത കുഴി കുഴിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ പ്രവീൺ മച്ചാനും കൂടെ പോകും. ഇപ്പൊ തൽക്കാലം എന്താ പറയാ നമ്മളുടെ കൂടെ ക്യാമറ പിടിച്ച് ലാസ്റ്റത്തെ ഇതുകൂടി കഴിച്ചിട്ട് പോകാനാണ് തോന്നുന്നു പ്രവീൺ മച്ചാൻ നിൽക്കുന്നത്. പ്രവീൺ മച്ചാൻ പോവില്ലേ? സ്വന്തമായിട്ടപ്പൊ ഉണ്ടാക്കാൻ പോവല്ലേ? അപ്പൊ പ്രവീൺ മച്ചാൻ അഭിമാനിയാണ്, സ്വന്തമായിട്ട് അടുത്തത് ഉണ്ടാക്കുമെന്ന് കട്ടായം പറഞ്ഞിരിക്കുകയാണ് അല്ലേ? അത്രേ ഉള്ളൂ. അപ്പൊ പ്രവീൺ മച്ചാന്റെ പുതിയ ബങ്കർ ഉണ്ടാക്കിയിട്ട് അണ്ടർഗ്രൗണ്ട് ഹൗസിന്റെ പാല് കാച്ചല് ഞങ്ങളൊക്കെ വിളിക്കൂലേ? അപ്പൊ എന്തെങ്കിലും പണിയൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ചോട്ടെ, ഞങ്ങൾ വരാം. നമ്മ പോവാ. എന്താ നീ പോവാത്തെ? എടാ നമുക്ക് എന്നാലും കാണാൻ പോവാലോ. കാണാൻ പോവാല്ലേ? അപ്പൊ പ്രവീൺ മച്ചാൻ എന്തായാലും സ്വന്തമായിട്ട് ബങ്കറൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോ നമ്മളത് കാണാനായിട്ട് പോകും. അപ്പൊ എന്തായാലും ഭക്ഷണമായിട്ട് എന്താ ഈ ഒരെണ്ണം മാത്രം ബാക്കി ഇതൊക്കെ എങ്ങനെ തിന്നിർത്താവോ? പ്രവീൺ മച്ചാനൊക്കെ ഇവിടെ വന്നിട്ട് തീറ്റ തന്നെയായിരുന്നു തീറ്റ. അങ്ങനത്തെ നമ്മുടെ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടാ. മോനെ വെള്ളം ചൂടായടാ. ഇതാ നമ്മുടെ ഒയ്യോ എന്തോരം വേണമെന്ന് അറിഞ്ഞോട്ടെ എനിക്ക്. അങ്ങനെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ സാധനം നൂഡിൽസായി മാറും. വെള്ളം കുറഞ്ഞോ എടാ? ഇല്ല കറക്റ്റ് അല്ലേ? അടയ്ക്കണോ അല്ലേ? ദമ്മിട്. എനിക്ക് ഇപ്പോഴേ ഉറക്കം വന്നു തുടങ്ങി. ഇപ്പൊ സമയം ഏകദേശം ഒരു 10 മണി 10:30 ആയിട്ടാ. സമയം ശരിക്കും എത്രയും നോക്കി? 11. എൻ്റെ അമ്മേ, ഇതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ സമയം പോണെന്ന് അറിയില്ല കേട്ടാ. ഫുഡായി മക്കളെ, ഫുഡായി. വാ ഇതിൽ തന്നെ കഴിക്കാം. അത് കുഴപ്പമില്ല. വാ എല്ലാവരും ഒരു സ്പൂൺ എടുത്തേ. നല്ല ചൂടുണ്ട് കേട്ടാ. ഇടുമ്പം കഴിക്കണല്ലേ? തിരക്കുള്ളൊരു കഴിക്കട്ടെ അല്ലേ? പൊന്നു പ്രവീൺ മച്ചാനെ കഴിക്കാനുള്ളതാണ്. പാല് കാച്ചലിന് മോനെ വിളിച്ചു കഴിഞ്ഞാ തീരുമാനം നിങ്ങളുടെ പാല് കാച്ചല്. പ്രവീണ കഴിക്കണല്ലേ? അയ്യോ വെള്ളം കുടിച്ചോ? സൂപ്പ് അല്ല നിനക്ക് തരാൻ ഇത് മാത്രമേ ഉള്ളൂല്ലടാ. ആൾക്കാര് കൊള്ളാട്ടാ. ശരിയാണോ? നീ പേരക്ക കഴിച്ചോ? അല്ലെ മിച്ചർ കഴിക്കുമ്പോ ഉച്ചക്ക് ഇടയിലുണ്ട്, അടിയിലുണ്ട്. എടാ അടിയിലുണ്ടടാ, അടിയിലുണ്ട്. നീ ഇങ്ങനെ പെണ്ണുങ്ങൾ നിങ്ങൾ വന്നേ, നിങ്ങൾ വാ. ചെന്ന് ചെന്ന് ചെക്കനെ വിളിച്ചോണ്ട് വാ. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വന്നേ. പറയണേ ഇത് കുടിച്ചേ നീ? അല്ല ഇത് കഴിച്ചേ നീ? വാ
എടാ ഇണ്ടാ ദേന ഇത് പിടിച്ചേ പ്രശ്നം തീർന്ന് ആ കഴിച്ചേ നല്ല ജ്യൂസ് ഇച്ചിരി കുടിച്ചേ കുച്ചിരി ജ്യൂസ് കുടിച്ചേ പ്രശ്നം തീരട്ടെ മണത്തെ ടേസ്റ്റ് ഇല്ല ജ്യൂസ് ആയ് ടേസ്റ്റ് ഉണ്ടല്ലേ കുടിച്ചോ അപ്പൊ പ്രശ്നങ്ങളൊക്കെ തീർന്നില്ലേ ഇല്ല നിങ്ങ വിളിച്ചെടുത്തിട്ട് ഈ കാണിച്ചത് മെനട്ടവരുടെ നാലുപേര് കഴിച്ചില്ലേ ഒന്നിനൊരു കുറവ് മിക്സറൊക്കെ ഇട്ട് കഴിച്ചേ ഇതും തരില്ല നല്ല ടേസ്റ്റ് ഉണ്ടോ കുടിച്ചോ വേണ്ടെന്ന് പറഞ്ഞിട്ട് അയ്യോ അവനോട് കുറച്ച് കൊടുക്കട്ടെ അല്ലെങ്കിൽ ഉണ്ടാവില്ല മെനട്ടവരുടെ കാണിക്കണേ നമുക്ക് തന്നില്ല ഒറ്റ വലിക്ക് കുടിക്ക് ആ അങ്ങനെ പ്രവീൺ മച്ചാനെ എങ്ങനെയുണ്ട് ഞങ്ങളുടെ ബങ്കർ കൊഴപ്പില്ല എന്നാലും വിളിച്ചെടുത്തിട്ട് എന്തിട്ടാണ് നിങ്ങ ഫുഡ് മൂന്നേരം ഫുഡ് എടാ നീ ക്യാമറ പിടിച്ചിരുന്നില്ലേ നീ മറ്റേ കാലത്ത് പാപ്സ കഴിച്ചു പോയല്ലേ ജർമ്മൻ കിരൺ ആ ഇത്ര ഫുഡ് അടിച്ച് കയറ്റിട്ടേ എടാ നിനക്ക് ഞങ്ങളുടെ ബങ്കറിൽ വന്നിട്ട് എന്തെങ്കിലും കുറ്റകുറ്റങ്ങളോ നിന്റെ സങ്കടത്തിൽ എത്തിയിട്ടുണ്ടെങ്കിലും ഞാൻ മാപ്പ് ചോദിക്കുന്നു. എടാ അവന് നമ്മ എല്ലാം കൊടുത്തില്ലടാ. അതില് ജ്യൂസ് തന്നില്ലേ? എടാ ഇപ്പൊ ഇങ്ങനെയായി. എടാ ഞങ്ങ അതിഥി ദേവുഭാവയുടെ ആൾക്കാരുണ്ടാ പോണെന്നാ. എടാ അവൻ പോവണം. നീ പറഞ്ഞ ഞാൻ പറയണോ നീ പറയണോ? അയ്യോടാ എടാ പോണ്ടാ നിക്ക് നീ. എടാ പോവല്ലേ? എടാ പോണ്ടാ. ഇഷേടാ അവൻ പെടങ്ങി പോയടാ. ഇനി വരട്ടെടാ അവൻ. ഇവിടുത്തെ സാധനങ്ങൾ തിന്നാൻ വരട്ടെ. അവനെ വേറെ ഉണ്ടാക്കാൻ പോണ്ടെന്ന് തോന്നണ അതിന്റെ ജാടിയാണ്. അവന്മാര് പണിയെടുത്ത് ഉണ്ടാക്കുന്ന എനിക്കും തോന്നല്ല. എന്തായാലും ഇവിടുത്തെ ഫുഡൊക്കെ അടിച്ച് തിന്ന് തീർത്ത് കഴിഞ്ഞപ്പാ ചെക്കന് പിന്നെ പോണെന്നായി. സന്തോഷായി. ആയിക്കോട്ടെ. എടാ മക്കളെ ഒരു കാര്യം ചെയ്യും. നിങ്ങൾ കിടന്ന് ഉറങ്ങിക്കോ. കിടന്നേ എല്ലാവരും കിടന്നേ. കിടക്ക്. ഇനി നാളെ കാലത്ത് എനിറ്റാ മതി. വരും അവൻ ഇനിയും വരും ഇങ്ങോട്ട്. എന്തെങ്കിലും ഫുഡ് വയ്ക്കണം മണങ്ങിയിട്ട് അവൻ എവിടെ നിന്നെങ്കിലും ഓടി വരും. എടാ ഒലക്കപ്പുറത്ത് കിടക്കണോണ്ട് ഒരുമിയുള്ളവര് അപ്പൊ മച്ചാമാരെ ഇനി നീട്ടിക്കൊണ്ടിരുന്ന നമ്മുടെ ബങ്കർ ക്യാമ്പിങ് അവസാനിക്കൂല. അതുകൊണ്ട് മാത്രം ഞാൻ ഇവിടെ വൈൻഡപ്പ് പറയാണ്. പോയി കിടന്ന് ഉറങ്ങടാ. ഉറങ്ങി എല്ലാവരും. അപ്പൊ തൽക്കാലത്തേക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള നേരായി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ബങ്കർ ക്യാമ്പിംഗ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട് ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ വീഡിയോ താഴെ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. മിക്കവാറും പ്രവീൺ മച്ചാൻ ഇന്നത്തെ വാശിയുടെ പുറത്ത് അടുത്ത ബങ്കർ ഉണ്ടാക്കാനായിട്ട് വഴിയുണ്ട്. അണ്ടർഗ്രൗണ്ട് ഹൗസ്. അത് നമ്മൾ കലക്കും. അല്ല കലക്കണ്ട, ആദ്യം പോയി സഹായിക്കാം. JCB ഒക്കെ വരും. നോക്കി ഇന്ന് തന്നെ പണിയൊന്നും അറിഞ്ഞൂടെ രാത്രി. എന്തായാലും നോക്കാം നമുക്ക്. അവൻ സീരിയസ് ആയിട്ട് എടുത്തെങ്കിൽ അവൻ എന്തായാലും അടുത്തത് പണിയും. വെയിറ്റ് ചെയ്യാം നമുക്ക്. അപ്പോൾ എന്തായാലും കണ്ണടച്ചെടുത്ത് ഉറങ്ങടാ. ഉറങ്ങ്. ലൈറ്റൊക്കെ ഓഫ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എല്ലാവരും കണ്ണടച്ച് ഉറങ്ങിക്കോ. TV ഓഫ് ചെയ്യണമല്ല. അപ്പോൾ മൊത്തത്തിൽ എല്ലാവരും ഒന്ന് ഉറങ്ങിക്കോ. ഗുഡ് നൈറ്റ്. ചെറിയൊരു നൈറ്റ് ലാമ്പ് മാത്രമേ ഉള്ളൂ. ഇനി ആംബിയൻസ് ഒക്കെ ഓഫ് ചെയ്ത് കിടന്നുറങ്ങിക്കോ എല്ലാവരും.